പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം പറയുന്നു. നല്ലൊരു ദിവസത്തിൻ്റെ പ്രഭാതവും കൂടെ ദൈവം ദാനമായി നൽകി നമുക്ക് ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഒരു പ്രാവശ്യം നന്ദി കരയേറ്റുകയാണ്. നമ്മൾ വിശുദ്ധ ബൈബിളിനകത്ത് 66 പുസ്തകങ്ങളിൽ 2 സ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ട 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് രൂത്താണ്, 2 എസ്തേറിൻ്റെ പുസ്തകമാണ്. എസ്തേർ എന്ന് പറയുന്ന ആ സ്ത്രീ യഹൂദ സ്ത്രീയാണ്. എന്നാൽ രൂത്ത് ഒരു മോവാബി സ്ത്രീയാണ്. മോവാബിക്കുള്ള പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവർ 10ാം തലമുറ വരെ ദൈവസന്നിധിയിൽ വരാൻ പാടില്ല എന്ന് ശപിക്കപ്പെട്ട ഒരു ജാതിയിൽ ജനിച്ചു വളർന്ന ഈ രൂത്ത് എന്ന് പറഞ്ഞ സ്ത്രീ, അവളെക്കുറിച്ച് ബൈബിളിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതും പഠിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും നന്നായിരിക്കും. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: യഹോവ നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാണ് രൂത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് കാരണം? രൂത്തിൻ്റെ ജീവിതത്തിൽ നല്ല കുറേ സ്വഭാവങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. എലിമേലെക്ക് നവോമി എന്ന് പറയുന്ന ദമ്പതികളിൽ ജനിച്ച ഒരു മകനാണ് രൂത്തിൻ്റെ ഭർത്താവ്. എന്നാൽ ആ ഭവനത്തിൽ നിരന്തരമായി ചില പ്രശ്നങ്ങളുടെ കടന്നുപോയി. എലിമേലെക്ക് പെട്ടെന്ന് മരിച്ചു. മഹ്ളോനെന്ന് കില്യോനെന്ന് പറഞ്ഞ ആ 2 മക്കൾ പെട്ടെന്ന് ലോകത്ത് മാറ്റപ്പെട്ടു. 10 വർഷത്തിനിടയിൽ 3 മരണമോടെ നടന്നു. ഇപ്പോൾ വീട്ടിൽ നോക്കിയാൽ 3 വിധവമാരെ കാണാം. നവോമി എന്ന് പറഞ്ഞ ലേഡിയുണ്ട്, രൂത്തുണ്ട്, അതുപോലെ ഓർപ്പായി എന്ന് പറയുന്ന സൗകര്യമുണ്ട്. 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ മോവാബ് ദേശത്ത് നിന്ന് നവോമി സ്വന്തം നാടായ ബേത്ത്ലേഹേമിലേക്ക് പോകാൻ പരിപാടി ഇട്ടു. വിധവമാരായ 2 മരുമക്കളെയും വിളിച്ച് പറയുന്നു: കുഞ്ഞെ, നിങ്ങൾ എൻ്റെ കൂടെ പോരണ്ട, നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിക്കോ. എന്നാൽ രൂത്ത് പറയുന്ന ചില കാര്യങ്ങൾ 10 വർഷത്തെ നവോമിയുള്ള ജീവിതത്തിൽ രൂത്തിനൊരു കാര്യം മനസ്സിലായി: ഈ ഭൂമിയിൽ ജീവിക്കൊരു ദൈവമുണ്ടെങ്കിൽ ഇസ്രായേൽ ജനം ആരാധിക്കുന്ന ദൈവമാണ് സത്യദൈവം. അതവൾ മനസ്സിലാക്കിയെടുത്തു. അതുകൊണ്ട് അവൾ പറഞ്ഞൊരു കാര്യം: നിൻ്റെ ജനം എൻ്റെ ജനമാണ്, നിൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടുവരുന്ന പരിപാടിയില്ല. അങ്ങനെ അമ്മായിമ്മയോട് കൂടെ പോകാനായി അവൾ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ അവൾ സവിശേഷത അതാണ്. 2, തൻ്റെ അമ്മായിമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും അവൾ അനുസരിക്കാൻ തയ്യാറായി. അതവളുടെ ജീവിതത്തിൽ നല്ലൊരു ക്വാളിറ്റിയായി നമുക്ക് കാണാനായിട്ട് കഴിയും. അവളിലുള്ള ദൈവീയ ഭയം, ദൈവീയ അനുസരണം, എന്തും അധ്വാനിക്കാനുള്ള അവിടെ കഴിവ്, ഇങ്ങനെ അനവധി ഗുണങ്ങൾ അവിടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പറഞ്ഞത്: ദൈവം നിൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലം തരുമാറാകട്ടെ. ചിന്തിക്കുക, അവൾക്ക് പ്രതിഫലം ദൈവം കൊടുത്തു. ബേത്ത്ലേഹേമിലേക്ക് കടന്നു വരുന്നു. ഒരു വിധവയായിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ അല്പകാലം കഴിഞ്ഞപ്പോൾ ബോവസ് എന്ന് പറയുന്ന ഒരു ധനികനായ വ്യക്തിയുടെ പത്നിയായി മാറാൻ അവസരം ലഭിച്ചു. അവൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് തുടങ്ങി. എല്ലാ കാലത്തും ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവരായിരിക്കണം. മോവാബരും അമ്മൂരും ഒക്കെ അന്യദൈവങ്ങളെ സേവിച്ച് ആ ജീവിതം മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ഈ നവോമിയുടെ ഭവനത്തിൽ ഒരു മരുമകളായി വരുവാനിടയായത്. അവളുടെ ദൈവാശ്രയം, അവളുടെ ദൈവഭക്തി രൂത്തിൻ്റെ ജീവിതത്തിൽ ചേഞ്ചസ് വരുത്തി. അവളുടെ വിശ്വാസം വർദ്ധിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നവൾ മനസ്സിലാക്കിയെടുത്തു. അങ്ങനെ അവർ ആ കാര്യങ്ങൾ ക്രമീകരിച്ച് മുമ്പോട്ട് പോയതുകൊണ്ട് അവളുടെ ജീവിതം ധന്യമായി മാറി. ഇന്ന് രാവിലെ ദൈവങ്ങളാകുന്ന ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലോകത്തിലൊരു വ്യക്തി അനുഗ്രഹിക്കപ്പെടണം,
അവരുടെ പ്രവൃത്തിക്ക് ഫലം ലഭിക്കണമെങ്കിൽ പൂർണ്ണമായി ദൈവാശ്രയം ആവശ്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം കൈവിടാറില്ല. അതുമാത്രമല്ല, നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ഫലം നൽകേണ്ടത് നമ്മുടെ കർത്താവാണ്. ബൈബിളിൽ ഇങ്ങനെ വാക്യമുണ്ട്, നാം ശരീരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും നടപടിക്രമങ്ങൾ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ദൈവം ശ്രദ്ധ വെച്ച് കാണുന്നു, കേൾക്കുന്നു. ഇതിന് ഫലമുണ്ടാകുമോ? ഉണ്ടാകും. നന്മ പ്രവർത്തിക്കുക, നീതിയോടെ ജീവിക്കുക, ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദുഷ്ടതയോ വഞ്ചനയോ ചതിവോ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ സൂക്ഷിക്കുക. ദൈവം നോക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു എന്ന് ബൈബിളിനകത്ത് ഒരു വാക്യമുണ്ട്. ഈ പ്രവൃത്തികളെ മാത്രമാണ്, നമ്മുടെ നടപ്പിനെ തൂക്കി നോക്കുന്നതോടെ ആത്മാവിനെ തൂക്കി നോക്കുന്നു. ഇതെല്ലാം ബൈബിളിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. നമ്മളെ ദൈവം തൂക്കി നോക്കുമ്പോൾ കുറവില്ലാത്തവരായി കാണണം. ബെൽശസ്സർ രാജാവിനോട് ദാനിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവ നിന്നെ തൂക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പ്രിയരെ, ദൈവം നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ ജീവിതത്തെയൊക്കെ തൂക്കി നോക്കിയാൽ കുറവില്ലാത്തവരായി കാണുവാൻ നമ്മൾ ഉത്സാഹിക്കണം. രൂത്ത് ഇത്രയും അനുഗ്രഹിക്കപ്പെടാനായിട്ട് കാരണം ഏറ്റവും വലിയ കാര്യം ജീവനുള്ള ദൈവത്തെ അവിടെ സേവിക്കാൻ ആരംഭിച്ചു. ജീവിതത്തിൽ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. വിധവയായ തൻ്റെ അമ്മായിമ്മയുടെ കൂടെ പോയാൽ നല്ലൊരു ജീവിതം കിട്ടുമെന്നൊക്കെ അറിയുകയില്ല. സ്വന്തമായി സ്ഥലമില്ല, പാർപ്പിടമില്ല, ഒന്നുമില്ല. എന്നാൽ അവൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം അവൾക്കെല്ലാം നൽകി. അതുമാത്രമാണോ, ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായ ദാവീദിൻ്റെ ഒരു ഗ്രാൻഡ് മദർ ആയി മാറാനുള്ള അവസരം ലഭിച്ചു. അവിടെ പേര് വിശുദ്ധന്മാരുടെ ലിസ്റ്റിനോട് പേര് അതിനകത്ത് കയറി വന്നു. എന്തുകൊണ്ടാണ് വരാൻ കാരണം? ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ, ജീവനുള്ള ദൈവത്തിനോട് ജീവിക്കുവാൻ, നിൻ്റെ ജനം എൻ്റെ ജനം എന്ന് പറയുവാൻ, മരണത്താലല്ലാതെ നമ്മളൊന്നും വേർപെടാൻ പാടില്ല എന്ന് പറഞ്ഞ ആത്മീയബന്ധം പുതുക്കുവാൻ, ദൈവത്തെ ചിറകിൽ ആശ്രയിച്ച് അവൾ മുമ്പോട്ട് കടന്നുപോയത് അവിടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി. പ്രിയരെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥകൾ കടന്നു വരുമ്പോഴും ഒരുപക്ഷെ നിരാശ വരാം, ഭാരങ്ങൾ കടന്നു വരാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങളും വേർപാടും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക. ദൈവം നമ്മുടെ അവസ്ഥകൾക്കെല്ലാം വ്യത്യാസം നൽകും. രൂത്തിനെ അനുഗ്രഹിച്ച ദൈവം എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കും. സ്വന്തം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദൈവനെ കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് രാവിലെ ഒരു നിമിഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹം വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ കൃപ നൽകണമേ. ഈ സന്ദേശങ്ങളിൽ നിന്ന് എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്.